ഹരേ കൃഷ്ണ. നമ്മുടെ ഭാഗവത കഥകൾ തുടരുന്നു. കൃഷ്ണാഗമനം ഭാഗം 3. ദേവകിക്കു സഹോദരനായ കംസനെ വളരെയധികം ഭയമായിരുന്നു. ഇതിനകം തന്നെ തൻ്റെ എത്രയോ കുഞ്ഞുങ്ങളെ അയാൾ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ 8ാമത്തെ ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ചും അവൾ ഉത്കണ്ഠാകുലയായി കാണപ്പെട്ടു. ആ സമയത്ത് എല്ലാ ദേവന്മാരും ദേവകിയെ സന്ദർശിച്ച് സമാശ്വസിപ്പിച്ചതായി വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഭഗവാന് പ്രത്യക്ഷപ്പെടാനുള്ള സമയം അടുത്തപ്പോൾ എല്ലാ നക്ഷത്രഗണങ്ങളും ജ്യോതിർഗോളങ്ങളും സ്വയം ശുഭകരമായ നിലയിലായിത്തീർന്നു. ആകാശത്തിൽ ശുഭനക്ഷത്രങ്ങൾ പ്രത്യക്ഷമായി. നദികൾ നിറഞ്ഞൊഴുകി. കുളങ്ങളും തടാകങ്ങളും വിരിഞ്ഞ താമര മലരുകൾ കൊണ്ട് അലങ്കൃതമായി കാണപ്പെട്ടു. വനമേഖലകളിൽ പക്ഷികൾ മധുരസ്വരത്തിൽ ഇമ്പമായി പാടി. മയിലുകൾ ഇണയോട് ചേർന്ന് ആനന്ദ നൃത്തം ചെയ്തു. പലതരം പുഷ്പഗന്ധങ്ങൾ അന്തരീക്ഷത്തിലെങ്ങും അലതല്ലി. സ്വർഗലോകത്ത് ഗന്ധർവ കിന്നരന്മാർ ഗാനം തുടങ്ങി. അപ്സരസുകൾ ആനന്ദ നൃത്തം ചെയ്തു. ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ഇങ്ങനെ അങ്ങേയറ്റം മംഗളകരമായ ചുറ്റുപാടിൽ നിശയുടെ അന്ധകാരത്തിൽ ശംഖചക്ര ഗദാധാരിയായി ശ്രീവത്സാങ്കിതനായി മാറിൽ കൗസ്തുഭവും അണിഞ്ഞ് മഞ്ഞപ്പട്ടുടയാട ചാർത്തി സർവാലങ്കാര വിഭൂഷിതനായി നീലമേഘ ശ്യാമവർണ്ണൻ ചതുർബാഹുവായി നമ്മുടെ എല്ലാം ഉണ്ണിക്കണ്ണൻ ദേവകിയുടെയും വസുദേവരുടെയും മുൻപിൽ പ്രത്യക്ഷനായി. തങ്ങളുടെ മുൻപിലുള്ള ശിശുവിൻ്റെ രൂപവിശേഷം കണ്ട് ദേവകിയും വസുദേവരും ആശ്ചര്യസ്തബ്ധരായി തീർന്നു. വസുദേവർ തൻ്റെ നവജാത ശിശുവിനെ നോക്കി നിന്നപ്പോൾ സന്തോഷാധിക്യത്താൽ ആയിരക്കണക്കിന് ഗോക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം കംസൻ്റെ കാരാഗ്രഹത്തിൽ ബന്ധിതനാകയാൽ അത് സാധ്യമായിരുന്നില്ലല്ലോ. അതിനു പകരം മനസ്സുകൊണ്ട് അദ്ദേഹം ആയിരക്കണക്കിന് പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. നവജാത ശിശു പരമ്പൊരുളായ ഭഗവാൻ തന്നെയാണെന്ന് ബോധ്യം വന്ന ദേവകി കൂപ്പുകൈകളോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഭഗവാനെ, അങ്ങ് അവതരിച്ചിരിക്കുന്നു എന്നറിയുന്ന മാത്രയിൽ കംസൻ അങ്ങയെ ഉപദ്രവിക്കുമെന്നതോർത്ത് എനിക്ക് പേടിയാകുന്നു. അതിനാൽ അങ്ങ് വിഷ്ണു ചിഹ്നങ്ങളായ ശംഖുചക്ര ഗദാപത്മങ്ങളോടു കൂടിയ ഈ ചതുർബാഹു രൂപം മറച്ചാലും ഒരു സാധാരണ ശിശുവിൻ്റെ രൂപം കൈക്കൊള്ളണമേ എന്ന് ദേവകി ഭഗവാനോട് അപേക്ഷിച്ചു. ദേവകിയുടെ പ്രാർത്ഥന കേട്ടു ഭഗവാൻ പറഞ്ഞു, അമ്മേ, സ്വയംഭുവ മന്വന്തരത്തിൽ എൻ്റെ പിതാവ് വസുദേവൻ പ്രജാപതിയായിരുന്നു. സുതപസ് എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അന്ന് പൃഷ്ണി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരുന്നു അവിടുന്ന്. ഇങ്ങനെ 12,000 ദേവവർഷങ്ങൾ നിങ്ങൾ കഠിന തപസ് അനുഷ്ഠിച്ചു പോന്നു. തപസ്സിൽ സംപ്രീതനായി ഞാൻ അന്ന് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വരും ജന്മങ്ങളിൽ ഞാൻ നിങ്ങളുടെ പുത്രനായി ജനിക്കണമെന്നതായിരുന്നു നിങ്ങളുടെ ആവശ്യം. അപ്രകാരം ഞാൻ പൃഷ്ണിഗർഭൻ എന്ന പേരിൽ നിങ്ങൾക്ക് പുത്രനായി തീർന്നു. പിന്നത്തെ യുഗത്തിൽ നിങ്ങൾ അദിതിയും കശ്യപനുമായി ജന്മമെടുത്തു. ഉപേന്ദ്രൻ എന്ന പേരിൽ ഞാനന്ന് വാമനനായി നിങ്ങളുടെ പുത്രനായി ജന്മമെടുത്തു. തുടർന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ദേവകി വസുദേവന്മാർക്ക് കൃഷ്ണനായും ജന്മമെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിലെ പോലെ തന്നെ വിഷ്ണു തന്നെയാണ് നിങ്ങളുടെ മകനായി പിറന്നിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഈ ചതുർബാഹു രൂപത്തിൽ തന്നെ പിറവിയെടുത്തത്. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും കംസനെ നിങ്ങൾ ഭയപ്പെടുന്നുവെന്നും എനിക്കറിയാം. അതിനാൽ ഇപ്പോൾ തന്നെ എന്നെ ഗോകുലത്തിലെത്തിക്കുകയും അവിടെ ഈ സമയത്ത് തന്നെ യശോദയ്ക്ക് പിറന്നിരിക്കുന്ന പെൺകുട്ടിയുടെ സ്ഥാനത്ത് എന്നെ കിടത്തിയിട്ട് ആ കുട്ടിയുമായി മടങ്ങി വരികയും വേണം. മാതാപിതാക്കളുടെ സന്നിധിയിൽ ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ സ്വയം ഒരു സാധാരണ ശിശുവായി മാറി. കഥ തുടരും. ഹരേ കൃഷ്ണ. രാധേ രാധേ.